കൺഗ്രാജുലേഷൻസ് Thank ഫസ്റ്റ് ഓഫ് you. ഓൾ തസ്ലീം. Thank you. എന്ത് തോന്നുന്നു ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു ലോങ് ജേർണി ഫൈനലി യു ഹാവ് മെയ്ഡ് ഇറ്റ്? Yes. വട്ട് യു ഫീൽ? ലോങ് ആയിരുന്നു, അതുകൊണ്ട് ഒരു റിലീഫ് ഉണ്ട്. ഫസ്റ്റ് ഈ സൈക്കിളിൽ നിന്ന് അങ്ങ് എക്സിറ്റ് ആയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഓക്കെ, സോ കുറേ നാളായിട്ട് ഇതിൽ നിൽക്കുന്ന ഒരാളാണ്. യു ആർ മാരീഡ്, യു ഹാവ് വിത്ത് എ ബേബി. സോ ഹൗ ഡു യു മാനേജ് യുവർ ഫാമിലി ലൈഫ് വിത്ത് ദിസ് പ്രിപ്പറേഷൻ? ബിക്കോസ് many of the women are very hesitant to take up this UPSC because of their other commitments like family commitments and all. So how do you manage Yes. this long? Yes, sir. When I started my preparation, ഭയങ്കര ഹെസിറ്റൻസി ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി സർക്കിൾസിലൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു, ഓൾറെഡി സെറ്റിൽഡ് ആണ്, പ്രൊഫഷൻ ഉണ്ട്, പിന്നെ എന്തിനാണ് വേറെ ഒരു കരിയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതെന്ന്. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. ചൈൽഡിനെ പാരൻസിൻ്റെ അടുത്താക്കി വരേണ്ടി വന്നു. 1 year ഐ ഹാഡ് ടു സ്റ്റേ അവേ ഫ്രം ദ ചൈൽഡ്. പിന്നെ 1 year കോച്ചിങ് കഴിഞ്ഞ് തിരിച്ചു പോയി. ഇൻ ബിറ്റ്വീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ക്ലിനിക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫാമിലിയുടെ സപ്പോർട്ട്, പിയർ ഗ്രൂപ്പ്, പിന്നെ കോച്ചിങ് ടീച്ചേഴ്സ് എല്ലാവരുടെയും കൂടെ ഹെൽപ്പോടുകൂടി ക്ലിയർ ചെയ്യാൻ പറ്റി. ക്ലിനിക് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ് ബേസിക്കലി. അപ്പം ആ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് UPSCക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് പോലെ തോന്നുമോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻസ് കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും UPSCയിലേക്ക് വരെ മടിച്ചു നിൽക്കുന്ന ആൾക്കാർ. എഞ്ചിനീയേഴ്സ് ആണ് കൂടുതലും പൊതുവെ വരിക. അപ്പം ആ ഡോക്ടേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഡോക്ടേഴ്സിനൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പോർഷൻസ് ഒരുമിച്ച് പഠിക്കാൻ പറ്റും പെട്ടെന്ന്. അതെ അതെ, തലേന്ന് എക്സാമിൻ്റെ തലേന്നൊക്കെ നമ്മൾ ഒത്തിരി മഗപ്പ് ചെയ്ത് അങ്ങനെ പഠിക്കുന്ന ഒരു ഇതുണ്ട്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷൻ കയ്യിലുള്ളത് കൊണ്ട് ചിലപ്പം ഒരു അറ്റംപ്റ്റ് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും ഇത് കിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 2 attempt കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, എനിക്കൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ, പ്ലാൻ ബി. അതെ, അപ്പൊ പ്ലാൻ ബി ഉള്ളത് കൊണ്ട് ചിലപ്പം നിർത്തിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മൾ അതെ അതെ അങ്ങനെ ഒരു അതെ അതെ പക്ഷെ നമുക്ക് ഒത്തിരി ചെയ്യാനുണ്ട്. ആസ് എ ഡോക്ടർ നമ്മൾ സർവീസിലോട്ട് കയറുമ്പോൾ നമുക്ക് കുറേയൊക്കെ പേഷ്യൻസിനെ പറ്റി അറിയാം, ആൾക്കാരെ പറ്റിയിട്ട് ഒത്തിരി അറിയുന്നത് കൊണ്ട് അതെ അതെ അപ്പൊ അതൊരു ഹെൽപ്ഫുൾ ആണ് സർവീസിൽ കയറി കഴിഞ്ഞാൽ. പഠിത്തത്തിനാണെങ്കിലും സയൻസ് ആൻഡ് ടെക്, MA അങ്ങനത്തെ സബ്ജക്ട്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. തസ്ലീം മുമ്പേ എന്നോട് പറഞ്ഞു കുറച്ച് അധികം അറ്റംപ്റ്റ്സ് എടുത്തു ഇത് മേക്ക് ചെയ്യാൻ. അപ്പം ഇത്രയും നാളും എങ്ങനെയാണ് ഈ പ്രോസസ്സിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? കാരണം പലപ്പോഴും UPSCയെ പറ്റി ആൾക്കാർ ചിന്തിക്കുമ്പോൾ UPSC ഒരു 1-2 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് കിട്ടും, നോ റിട്ടേൺസ് എന്നുള്ള തിങ്കിങ്ങിലാണ് പലരും 2-3 അറ്റംപ്റ്റ് കഴിയുമ്പം ഇത് നിർത്തിപ്പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ എന്തായിരിക്കും തസ്ലീം പറയുക? അതെ, ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും ഞാൻ ഭയങ്കര സങ്കടപ്പെടുമായിരുന്നു. പക്ഷെ അതിൽ ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല പഠിച്ചിരുന്നത്. വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു വേറൊരു ചിന്തിക്കാൻ അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല, അതൊന്നാമത്. പിന്നെ ഫാമിലിയും ചൈൽഡൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ പ്രാവശ്യം ഫെയിലിയർ ഉണ്ടാവില്ല, അതിലിങ്ങനെ ബ്രൂഡ് ചെയ്തിരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഒരു റിസൾട്ട് വന്ന് വിഷമിച്ചിരിക്കുമ്പോൾ മോളടുത്ത് വന്നാൽ പിന്നെ നമ്മൾ മോളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടി വരും, ഫാമിലിയുടെ ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് എനിക്ക് ശരിക്കും ഒരു റിലീഫായിരുന്നു. അതെ അതെ, അപ്പൊ നമ്മൾ മെന്റലി കുറച്ചും കൂടെ ഫിറ്റ് ആയിരിക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ 2 attempt ഒക്കെ കിട്ടിക്കഴിയാതെ ആകുമ്പോൾ നമ്മൾ അതിനെ ഫേസ് ചെയ്യാനും ഭയങ്കര ഒരു സ്ട്രെങ്ത് നമുക്ക് വരും. അതെ 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 നമ്മൾ എവിടെ പോയാലും ആര് പിന്നെ ചോദിച്ചാലും എനിക്ക് കിട്ടിയില്ല, അതെ പറയാനുള്ള ഒരു ഇത്. പ്രിലിംസ് കുറേ നാളായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പ്രിലിംസിന് എന്താണ് ഇത്തവണത്തേക്ക് ഒരു സ്പെഷ്യലായിട്ട് ചെയ്തത്? പ്രിലിംസ് കാരണം CSAT ആയിരുന്നു പാടെന്ന് പറഞ്ഞു. അപ്പം ഇത്തവണ ഒരുപാട് പേര് CSAT ഫെയിൽ ആയിട്ടുണ്ട്. അപ്പം എന്ത് രീതിയിലൊരു സ്ട്രാറ്റജി ആയിരിക്കും ഒരു സജസ്റ്റ് ചെയ്യാത്ത തസ്ലീം? CSAT എന്ന് പറയുമ്പം മൊത്തത്തിൽ GS പറയുകയാണെങ്കിൽ ഞാൻ പറയും ഒത്തിരി മോക്ക് ടെസ്റ്റ്. ഞാനൊരു 90 to 100 മോക്ക് ടെസ്റ്റ് 4th അറ്റംപ്റ്റിന് മുന്നേ ചെയ്തു. അതുകൊണ്ടായിരിക്കും എനിക്ക് GS പാസ്സായത്. പിന്നെ ടെസ്റ്റ് സീരീസിലെ പേപ്പേഴ്സ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തു. CSAT ഇപ്രാവശ്യവും നല്ല മാർക്കിലല്ല ക്വാളിഫൈ ചെയ്തത്, എന്നാലും ഞാനൊരു ബിലീഫ് ഉണ്ടാക്കി എനിക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നല്ലേ. ആ ഒരു ബിലീഫ് കൂടാതെ എന്ത് പ്രാക്ടീസിൽ എന്ത് വ്യത്യാസം വരുത്തിയത്? കൂടുതൽ ടെസ്റ്റ് ചെയ്യുകയാണോ ചെയ്തത്, ഇൻഡിവിജ്വൽ ആയിട്ട് ക്വസ്റ്റ്യൻസ്? അതെ സർ, എനിക്ക് കൂടുതൽ എളുപ്പമുള്ളത് റീസണിങ്ങും കോംപ്രിഹെൻഷനാണ്. ഫസ്റ്റ് കോംപ്രിഹെൻഷൻ, റീസണിങ്. അപ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കി നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ഏതാണെന്ന് കണ്ടെത്തുക. അതെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ വേഗം അതിൽ നിന്ന് അടുത്തതിലോട്ട് പോവുക. അത് ഞാൻ നോക്കി. പിന്നെ ആക്യുറസിക്ക് നല്ല ഇമ്പോർട്ടൻസ് എടുത്തു. കോംപ്രിഹെൻഷൻ തന്നെ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് എനിക്കറിയാം എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു 2-3 മിസ്റ്റേക്ക്. അപ്പോൾ അത് ഞാൻ ലീവ് ചെയ്തു. ഒരു 2-3 കോംപ്രിഹെൻഷൻ ലീവ് ചെയ്തു. അപ്പോൾ ഉറപ്പുള്ളത് മാത്രം ചെയ്തു. അത് കഴിഞ്ഞിട്ട് മെയിൻസിലേക്ക് വരുമ്പോൾ എന്താ ചെയ്തത്? ടെസ്റ്റ് സീരീസുകൾ എഴുതുവാണോ ചെയ്തതോ
കൂടുതൽ പഠനത്തിന് ഫോക്കസ് ചെയ്യണോ ചെയ്തത് എങ്ങനെ? അതെ, രണ്ടും ചെയ്തു. ഞാൻ ടെസ്റ്റ് സീരീസ് എടുക്കുന്നതോടുകൂടി വീക്ക്ലി അത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ നോട്ട്സ് ആക്കിയിട്ട് ഓരോ GS പേപ്പറിന് വെച്ചിരുന്നു. അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തു. അപ്പോൾ നോട്ട് മേക്കിംഗിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു? അതെ, ഞാൻ നമ്മൾ ആൻസർ എങ്ങനെ എഴുതും അതുപോലെ ഞാൻ ഓരോ ടോപ്പിക്കിലും വെച്ചിട്ട് കുറച്ച് നോട്ട്സ് വെച്ചിരുന്നു. അത് ആദ്യം പ്രിപ്പയർ ചെയ്തതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രിലിംസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ അതെ അതെ സിലബസ് വെച്ചിട്ട്. റിവിഷൻ എങ്ങനെ മാനേജ് ചെയ്തു? ഈ നോട്ട്സ് മേക്കിംഗ് സ്റ്റഡി നടക്കണം, നോട്ട്സ് മേക്കിംഗ് വേണം, അതിനിടയ്ക്ക് റിവിഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അതുകൊണ്ട് ഞാൻ കുറച്ച് സോഴ്സസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചെറിയ ചെറിയ ക്രിസ്പ് ആക്കി വെച്ചു. പിന്നെ ഡാറ്റ ബുക്ക് ഉണ്ടാക്കിയിരുന്നു ഞാൻ. ഡാറ്റ ബുക്ക് ഉണ്ട്, അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അങ്ങനെ ആയിട്ട്. അതെ, അത് ഞാൻ ആദ്യം മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങിയപ്പോൾ തന്നെ വെച്ചു. അപ്പോൾ അത് വീണ്ടും വീണ്ടും നോക്കി റിവൈസ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ ആൻസേഴ്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കുമായിരുന്നു. അതായത് ആൻസർ ടെസ്റ്റ് സീരീസിന്റെ ആൻസർ കീസ് ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അത് വീണ്ടും വീണ്ടും റിവൈസ് ഒക്കെ ചെയ്യും. അതെ അതെ, കീ റിവൈസ് ചെയ്തിരുന്നു ഞാൻ ആൻസർ. അപ്പം തസ്ലിം, ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ പോർഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ന്യൂസ് പേപ്പർ റീഡിംഗ് ആയിരുന്നോ അതോ ഏതെങ്കിലും സ്പെസിഫിക് മാഗസിൻ യൂസ് ചെയ്തോ? ഞാൻ കറണ്ട് അഫയേഴ്സിനെക്കാളും സ്റ്റാറ്റിക് പോർഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. കറണ്ട് അഫയേഴ്സ് നോട്ട്സ് ഒന്നും ഉണ്ടാക്കില്ലായിരുന്നു, പക്ഷെ മാഗസീൻസ് ആണ് ഞാൻ കൂടുതൽ. അതെ അതെ, ന്യൂസ് പേപ്പർ എനിക്ക് എന്നും വായിക്കാൻ പറ്റാറില്ലായിരുന്നു. അതെ അതെ, പിന്നെ കുറച്ച് മടിയും ആയതുകൊണ്ട് ഞാൻ കൂടുതൽ മാഗസീൻസ് ഡിപ്പെൻഡ് ചെയ്ത്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക പേപ്പർ വായിക്കണം തന്നെയാണ്. അതിനൊരു അഡ്വാൻറ്റേജ്. അതെ അതെ അതെ, ഇനിഷ്യൽ ഫേസിൽ വായിച്ചു. അതെ അതെ. ഇന്റർവ്യൂയിലേക്ക് പോയപ്പം എന്ത് ഒരു മോഡ് ഓഫ്, കാരണം യു ഹാവ് സ്കോർഡ് വെരി ഗുഡ് മാർക്ക് 205 അല്ലേ, വൺ ഓഫ് ദ ടോപ്പ് സ്കോർസ്. അപ്പോൾ എനിക്ക് 200+ മാർക്സ് ഇസ് എ വെരി ഗുഡ് മാർക്ക് ഇൻ UPSC. എന്താണ് യുണീക്കായിട്ട് ചെയ്തത്? കാരണം പല കുട്ടികൾക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും, ഈ 200 കടന്ന് മാർക്കിലേക്ക് എങ്ങനെയാണ് ഇന്റർവ്യൂവിന് പോവുക? ഇന്റർവ്യൂവിന് ഞാൻ ആദ്യം എനിക്കൊരു ഞാൻ എലക്യൂഷൻ ഡിബേറ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയാം അതൊന്നും അല്ലാതെ ജസ്റ്റ് ഒരു ചെറിയ ഓൺ ദ കേക്ക് മാത്രമാണെന്നറിയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത്, ഞാനൊരു 4-5 നോട്ട്ബുക്ക് വാങ്ങിച്ച് ഓരോ സബ്ജക്റ്റും, അതായത് എൻ്റെ ഡാഫിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുടെ നോട്ട്സ് ഉണ്ടാക്കി. അത് എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ കളക്ട് ചെയ്തു. പിന്നെ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം ആയിട്ട് ഞാൻ ഓരോ ഈ വീഡിയോസ് കണ്ടു, ടോപ്പേഴ്സിൻ്റെ വീഡിയോസ് അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്തു. ഡാഫ് നന്നായിട്ട് അനലൈസ് ചെയ്തു. പിന്നെ മോക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കുക ചെയ്തു. ഞാൻ അതെ, മോക്ക് ഇൻ്റർവ്യൂ ഞാൻ ഇവിടുന്ന് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തതിൽ ഏറ്റവും നല്ല മോക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ല പാനലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മോഹൻകുമാർ സർ, സീതാരാമൻ സാറ്, പിന്നെ ഡോക്ടർ അരുൺ സാറ്, സൈക്കാട്രിസ്റ്റ്. അപ്പോൾ അവരൊക്കെ ഉള്ള ഒരു പാനലായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ UPSC ഒറിജിനൽ ഇൻ്റർവ്യൂവിനായിട്ടുള്ള ഒരു സിമിലാരിറ്റി തോന്നിയത് ഈ പാനൽ വെച്ച് നോക്കുമ്പോഴായിരുന്നു. നല്ല കോൺഫിഡൻസ് ഉണ്ടായി എനിക്ക്. അവർ നല്ല അഭിപ്രായം പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായി. പിന്നെ എറേഴ്സ് ഉള്ളതൊക്കെ മെൻഷൻ ചെയ്തു തന്നു. നല്ലൊരു ഫീൽ ഗുഡ് ആയിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഒറിജിനൽ ഇൻ്റർവ്യൂവിന് പോയത്. ഇപ്പോഴും പല അറ്റംപ്റ്റ്സ് ആയിട്ട് പ്രിലിംസ് മേക്ക് ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും സർവൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഇതിൽ. അവരോട് എന്തായിരിക്കും തസ്ലിമ പറയുക? ഒന്ന്, എനിക്ക് തോന്നുന്നത് എൻ്റെ ഫെയിലിയറിൽ നിന്ന് ഞാൻ പഠിച്ചത് നമ്മൾ ഒത്തിരി നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യണം. അതിന് മോക്ക് ടെസ്റ്റ് നിർബന്ധമാണ്. അത് ഫ്രീ ആയി തന്നെ, ടെസ്റ്റ് സീരീസ് ആയിട്ടും ഫ്രീ ആയിട്ട് അവൈലബിൾ ആവുന്നത് മാക്സിമം ചെയ്യുക. അത് ചെയ്ത് അതിൽ നിന്നൊരു അനാലിസിസ് എടുക്കണം. രണ്ടാമത് നമ്മുടെ ഇൻ്റലിജൻറ്റ് ഗസ്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, അത് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ മെൻറ്റാലിറ്റി ഓഫ് UPSC എങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കുന്നു എന്നുള്ളത്. പിന്നെ അതിലുള്ള ആൻസേഴ്സ് ഹിഡൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതെ, കറണ്ട് അഫയേഴ്സിനെക്കാളും സ്റ്റാറ്റിക് പോർഷൻസ് നല്ല സ്ട്രോങ് ആയിരിക്കും. ഞാൻ എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റിന് ഒത്തിരി കറണ്ട് അഫയേഴ്സ് ഒന്നും നോക്കാതെ പോയത്. അതെ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ വർഷം പ്രിലിംസ് എഴുതാൻ പോവാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും. അവരോട് എന്തായിരിക്കും? ഒന്ന്, ഞാൻ പറയുന്നത് എനിക്ക് എപ്പോഴാണോ ബിലീഫ് വന്നത് അപ്പോഴാണ് ഞാൻ പ്രിലിംസ് പാസ്സായത്. അപ്പോൾ ഒന്ന്, എനിക്കത് കിട്ടും എന്നുള്ള ഒരു തോട്ട് എന്തായാലും വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. പലരും പല തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ബ്ലൈൻഡ് ആയിട്ടൊന്നും ഫോളോ ചെയ്യേണ്ട. നമുക്ക് പറ്റുന്ന അവേഴ്സ് ഓഫ് സ്റ്റഡി, നമുക്ക് പറ്റുന്ന സ്റ്റൈൽ ഓഫ് റിവിഷൻ, നമുക്ക് പറ്റുന്ന അനാലിസിസ് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അത് ചെയ്യുക. എല്ലാവരും യുണീക്കാണ്. ഒരു UPSC എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഡൈവേഴ്സ് സെറ്റ് ഓഫ് പീപ്പിളാണ് റാങ്ക് ലിസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു, അതെ അതെ, അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ എല്ലാവരും എഴുതണം. അതൊരു ആവറേജ്, ബിലോ ആവറേജ്, എക്സലൻറ്റ് സ്റ്റുഡൻ്റ് എന്നൊന്നുമില്ല. If you are ready to work hard, then surely it comes to you എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Thank you, sir. Thank you, Amrita. Amrita IAS Academy.